പേരാമ്പ്ര ചെറുവണ്ണൂരിൽ കാർ കത്തി ഗർഭിണി മരിച്ചു. ചെറുവണ്ണൂർ സ്വദേശി റിജിന്റെ ഭാര്യ സോനയാണ് മരിച്ചത്. തെയ്യപ്പുറത്ത് താഴെ റോഡിലാണ് അപകടമുണ്ടായത്. അനീസ് അലി കൂടുതൽ വിശദാംശങ്ങൾ നൽകാനുണ്ട്. അനീസ് അലി, വലിയ ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. എങ്ങനെയാണ് ഈ ഒരു അപകടമുണ്ടായത്? ിൽ പിറകിലെ സീറ്റിന് സമീപത്ത് നിന്ന് പൊട്ടിത്തെറി കേൾക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ദൃക്സാക്ഷികൾ പറയുന്ന അനുസരിച്ചിട്ട് ബാക്കിലെ സീറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തീ പടരുന്നതും കണ്ടു. ഈ സമയത്ത് ബാക്ക് സീറ്റിൽ കിടക്കുകയായിരുന്നു സോന എന്ന് പറയുന്ന യുവതി. അവർ ഗർഭിണിയായിരുന്നു. അവർക്ക് പുറത്തിറങ്ങി ഓടാൻ കഴിയാത്തത് കൊണ്ട് അവർ വലിയ ദാരുണമായി പൊള്ളലേൽക്കുകയും മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഒരാൾ ഇങ്ങനെ ഒരു അപകടത്തിൽ മരിച്ചു എന്നാണ്. പിന്നെ ഭർത്താവ്, വാഹനം ഓടിച്ചിരുന്ന ഭർത്താവ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും എന്താണ് അപകട കാരണമായത് എന്നെ സംബന്ധിച്ചൊക്കെ ഇപ്പോൾ വ്യക്തമായ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പോലീസ്, ഫയർഫോഴ്സൊക്കെ തീയണച്ച് അത് സംബന്ധമായ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറുവണ്ണൂർ റിജിൻ്റെ ഭാര്യയാണ് സോന. റിജിനാണ് ഇപ്പോൾ പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. പിറകിലെ സീറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തീ പടരുകയും പൊട്ടിത്തെറി ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായാലും ഇപ്പോൾ തീ അണച്ചിട്ടുണ്ട്. കാറ് പൂർണ്ണമായും കത്തിയ നിലയിലാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരെയും തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സോനയുടെ ജീവൻ രക്ഷിക്കാനായില്ല. അവർക്ക് ആ സമയത്ത് തന്നെ പൊള്ളൽ വളരെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അവർക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെ തീ പടരുന്ന സമയത്ത് എണീറ്റ് ഓടാൻ കഴിയാതിരുന്നതുകൊണ്ട് അവർ ഉറങ്ങിക്കിടക്കുകയായിരുന്നോ എന്നും സംശയമുണ്ട്. എന്തായാലും ഈ അപകടം അറിയാൻ വൈകിയതാണോ, അറിഞ്ഞതിന് ശേഷം തന്നെ രക്ഷപ്പെടുന്നതിന് ഗർഭിണി കൂടിയാണ്, അതുകൊണ്ട് ഇറങ്ങാൻ വൈകിയതാണോ എന്നറിയില്ല. എന്തായാലും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അവരുടെ ജീവൻ രക്ഷിക്കാൻ പക്ഷേ കഴിഞ്ഞില്ല. സോനയും ഭർത്താവ് റിജിനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ കാറിൽ. വാഹനത്തിൽ ദൃക്സാക്ഷികൾ പറയുന്ന അനുസരിച്ചിട്ട് രണ്ടുപേരാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഇവർ എന്തായാലും കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിലാണ്, ഈ തെയ്യപ്പുറത്ത് റോഡിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവർ ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനെ കാർ ഓടിക്കൊണ്ടിരിക്കുന്ന കാറാണ് കത്തിയത്. എന്തെങ്കിലും ഒരു പ്രശ്നം കാണുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർത്തിയിട്ട കാറോ ഒന്നും അല്ല. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എന്താണ് അപകട കാരണമായത് എന്നതിനെ സംബന്ധിച്ചൊന്നും ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ശരി, അനീസ് അലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.